ഹലോ ഡിയർ ഫ്രണ്ട്സ്, മെഡിക്കൽ രംഗത്തെ മുഖ്യധാര മെഡിക്കൽ കോഴ്സുകളല്ലാതെ സാമാന്യ ജനത്തിന് അത്ര സുപരിചിതമല്ലാത്തതും എന്നാൽ വളരെയധികം ജോലി സാധ്യതയുള്ളതുമായ മെഡിക്കൽ രംഗത്തെയും പാരാമെഡിക്കൽ രംഗത്തെയും കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ വീഡിയോയാണ് മെൻ്റൽ ഹെൽത്ത് റീഹാബിലിറ്റേഷൻ സെക്ടറിലുള്ള മാസ്റ്റർ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന കോഴ്സ്. മാനസിക ആരോഗ്യ വൈകല്യങ്ങൾ മനസ്സിലാക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും വിപുലമായ അറിവും പ്രായോഗിക വൈദഗ്ധ്യവുമുള്ള വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ളത്. MCP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്സിനെ ക്ലിനിക്കൽ പരിശീലനവുമായി സംയോജിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ്. ഈ കോഴ്സ് വിദ്യാർത്ഥികളെ ആശുപത്രികൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ പ്രാക്ടീസ് തുടങ്ങിയ വൈവിധ്യമാർന്ന ക്രമീകരണങ്ങളിലും സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നു. സങ്കീർണമായ മാനസിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പഠന സമ്പ്രദായങ്ങളിലൂടെയും നൂതന ഗവേഷണങ്ങളിലൂടെയും മനഃശാസ്ത്ര മേഖലകളിലേക്ക് സംഭാവന നൽകുന്നതിലൂടെ അർത്ഥവത്തായ സ്വാധീനം ചെലുത്താൻ ബിരുദധാരികളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത്. ഈ കോഴ്സിൻ്റെ പ്രധാന ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ, ഫിസിയോളജിക്കൽ അസസ്മെൻ്റ് എന്നത് വ്യക്തിയുടെ മാനസിക ആരോഗ്യവും പെരുമാറ്റവും വ്യക്തിത്വവും ബുദ്ധിശേഷിയും വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തപ്പെടുന്നു. രോഗികളുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ടെസ്റ്റുകൾ, നിരീക്ഷണം, കേസ് സ്റ്റഡി എന്നിവ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ഓരോ വ്യക്തിയുടെയും ശക്തികളും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ ചികിത്സാ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ്, ബോധവൽക്കരണം, നിരീക്ഷണം, ഓർഗനൈസേഷണൽ ക്രമീകരണം എന്നിവയിൽ അവബോധം സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. രണ്ടാമതായി വരുന്നത് തെറാപ്യൂട്ടിക് ടെക്നിക്സ്. മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത തെറാപ്പി രീതികളായ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി തുടങ്ങിയ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഒരാളുടെ കാഴ്ചപ്പാടുകൾ, ഇമോഷനുകൾ, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ അവബോധം വളർത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാകുന്നു. സൈക്കോ ഡൈനാമിക് തെറാപ്പി അല്ലെങ്കിൽ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി എന്നിവ പോലുള്ള ചികിത്സാ രീതികളിലൂടെ രോഗങ്ങളെ ആഴത്തിൽ കണ്ടെത്തി പരിഹരിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. എക്സ്പോഷർ തെറാപ്പി, ആർട്ട് തെറാപ്പി, ഫാമിലി തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ രീതികളിലൂടെ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, വികാരങ്ങൾ എന്നിവയെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ഇതുമൂലം ഒരു മനഃശാസ്ത്ര വിദഗ്ധന് രോഗിയുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. റിസർച്ച് സ്കിൽസ്. മാനസിക ആരോഗ്യ ഗവേഷണത്തിൽ വിജയിക്കാൻ വിമർശനാത്മക ചിന്ത, രോഗനിർണയ പരിജ്ഞാനം, നൈതിക ബോധം എന്നിവയുടെ സമന്വയത്തിലൂടെ നിർണായകമായ വ്യക്തിവിവരങ്ങളെക്കുറിച്ച് കൃത്യമായ വിശകലനം നടത്തുകയും അവയെക്കുറിച്ചുള്ള ചികിത്സാ രീതികളും മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്ത് രോഗിയുടെ ചികിത്സാ ഫലപ്രാപ്തി വിലയിരുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ ഒരു ചികിത്സകൻ്റെ സാമർഥ്യവും ചികിത്സയിലുള്ള പ്രഭാവവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്നത് ഒരാളുടെ ഇമോഷണൽ ആയിട്ടുള്ളതും കൊഗ്നിറ്റീവ് ബിഹേവിയർ ഫംഗ്ഷനെയും ബാധിക്കുന്ന വിവിധ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ, ഷൈസോഫ്രീനിയ തുടങ്ങിയ രോഗങ്ങൾ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. പോസ്റ്റ് ട്രൂമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അറ്റൻഷൻ ഡിഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തുടങ്ങിയവയും ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള പ്രോബ്ലംസുകളാണ്. ഈറ്റിംഗ് ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നിവയും നവീന കാലത്ത് ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെടുന്ന മാനസിക പ്രശ്നങ്ങളാണ്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ,
ഫോബിയാസ്, സ്ലീപ്പ് വേക്ക് ഡിസോർഡേഴ്സ് എന്നിവയും ഒരാളുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യകരമായ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിനാൽ തെറാപ്പി, മെഡിക്കേഷൻ, സപ്പോർട്ട് സിസ്റ്റം തുടങ്ങിയവയെ ആശ്രയിച്ച് വിവിധങ്ങളായ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായി വന്നേക്കാം. ഇത്തരമുള്ള അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ ചികിത്സാ രീതികൾ സാധ്യമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി അവരെ സജ്ജരാക്കുന്നു. എത്തിക്സ് ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ്. ഒരു തെറാപ്പിസ്റ്റിന് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട രോഗികളെക്കുറിച്ചുള്ള വിവരങ്ങളും ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് രോഗികളെ അവർക്ക് ലഭിക്കുന്ന എല്ലാ ചികിത്സാ പ്രക്രിയകൾ, അപകടങ്ങൾ, സാധ്യതാ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുകയും അതിനുശേഷം അവരുടെ സമ്മതമോ അംഗീകാരമോ ആവശ്യമെങ്കിൽ വാങ്ങേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നത് ആണ് ക്ലിനിക്കൽ പ്രാക്ടീസിലെ പ്രധാന എത്തിക്സുകളിലൊന്ന്. തെറാപ്പിസ്റ്റ് അവരുടെ വൈദ്യത്തിൽ പ്രാവീണ്യം നേടുകയും അവരുടെ അറിവുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ക്ലയന്റിന് ഉത്തമ ജീവിതം ഉറപ്പു നൽകുന്നതിന് എല്ലാ മെഡിക്കൽ എത്തിക്സുകളും കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതുമൂലം പ്രാക്ടീസിൽ ഉയർന്ന പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കാത്തുസൂക്ഷിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതും ഈ കോഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണ 2 വർഷമാണ്. 2 വർഷത്തെ ക്ലിനിക്കൽ പരിശീലനവും തിയറിറ്റിക്കൽ ക്ലാസ്സുകളും അതോടൊപ്പം ഫലപ്രദമായ ഗവേഷണ പരിശീലനവും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോഴ്സിന് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തെന്ന് പരിശോധിച്ചാൽ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, സൈക്കോളജി എന്നിവയിലെ ഗ്രാജുവേറ്റ് ബിരുദം. ഇനി നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു വിദേശ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയും ആ രാജ്യവും ഡിമാൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസി സ്കോറുകളായ IELTS, TOEFL എന്നിവയ്ക്ക് അതാത് രാജ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സ്കോറുകൾ നേടിയിരിക്കണം. ഇതുകൂടാതെ ചില യൂണിവേഴ്സിറ്റികൾ GRE സ്കോർ ആവശ്യമായി വന്നേക്കാം. സൈക്കോളജി സെക്ടറിൽ പ്രവർത്തന പരിചയവും ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആശുപത്രികളിലും പ്രൈവറ്റ് ക്ലിനിക്കുകളിലുമുള്ള പ്രവർത്തനം. മാനസിക ആരോഗ്യ കൗൺസിലർ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തികളുടെ തെറാപ്പിയും അവർക്ക് വേണ്ട മെൻ്റൽ ഹെൽത്തും സപ്പോർട്ടും നൽകുക എന്നുള്ളത്. മാനസിക ആരോഗ്യ രോഗങ്ങളെയും അവ മൂലമുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെപ്പറ്റിയും പഠിക്കുക എന്നുള്ളതും അവയെപ്പറ്റി കൃത്യമായ അറിവുകൾ സമ്പാദിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇത്തരം ആളുകളെ കൈപിടിച്ചു കൊണ്ടുവരാൻ അനുയോജ്യമായിട്ടുള്ള നൂതന ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതും ഒരു ഗവേഷകനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വേണ്ട യോഗ്യതയാണ്. പുനരധിവാസ വിദഗ്ധൻ, ട്രോമ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നവരെ സഹായിക്കുക എന്നുള്ളത്. അധ്യാപകൻ, സർവകലാശാലകളിലും കോളേജുകളിലും സൈക്കോളജി അനുബന്ധ വിദ്യാഭ്യാസ മേഖലകളിലും അധ്യാപനം ചെയ്യുക എന്നുള്ളത്. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കോർ സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഫിസിയോപതോളജി ആൻഡ് ഡയഗ്നോസിസ്, അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് ടെക്നിക്സ്, കൊഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ ഇൻ്റർവെൻഷൻസ്, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് ഡിസോർഡേഴ്സ്, ന്യൂറോ ഫിസിയോളജി, ന്യൂറോ സൈക്കോളജി, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. ഇനി ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതുമൂലം ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പരിശോധിക്കാം. വിദേശത്തെ ഒരു മാസ്റ്റർ ഓഫ് കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്നത് മൂലം വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളിലേക്കുള്ള എക്സ്പോഷർ, നൂതന പരിശീലന സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക ഗവേഷണങ്ങളിലേക്കും മനഃശാസ്ത്ര രീതികളിലേക്കുമുള്ള അവഗാഹം എന്നിവ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു അന്തർദേശീയ പരിതസ്ഥിതിയിൽ പഠിക്കുന്നത് മൂലം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ മനസ്സിലാക്കാനും ഈ മേഖലയിലെ വിദഗ്ധരുമായി ഇടപെടാനും ഉയർന്ന തലത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതിനും സാഹചര്യം ഒരുങ്ങുന്നു. കൂടാതെ പ്രശസ്തമായ ഒരു വിദേശ സ്ഥാപനത്തിൽ നിന്നുള്ള മാസ്റ്റർ ഡിഗ്രി ലഭിക്കുന്നത് മൂലം തൊഴിൽ രംഗത്ത് വളരെയധികം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും അതുമൂലം ലഭ്യമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ച് ധാരാളം അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന വിദേശ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യുണൈറ്റഡ് കിങ്ഡം ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ്, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, കാർഡിഫ് യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് എന്നിവ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു.
സ്റ്റഡി ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് എന്നിവയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ, മാക്ഗിൽ യൂണിവേഴ്സിറ്റി എന്നിവയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. സ്റ്റഡി ഡെസ്റ്റിനേഷൻ USA ആണെന്നുണ്ടെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്, സ്വീഡനിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇതുപോലെ മെഡിക്കൽ രംഗത്തും മറ്റ് കരിയർ ഗ്രോത്തിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ പഠന രംഗത്തും നൂതനമായിട്ടുള്ളതും ഏറ്റവും ജോലി സാധ്യതയുള്ളതുമായ കോഴ്സുകളെ പറ്റി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതുകൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ രംഗത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.